വീഡിയോ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 2 റിവ്യൂ ആണ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൈകാതെ നമ്മളെ റിവ്യൂയിലോട്ടങ്ങ് കടക്കാം. തുടക്കത്തിൽ തന്നെ ബാൻഡിന് വേണ്ടി അടികൂടുന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ബാൻഡ് മുമ്പേ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ഉണ്ടായിരുന്നു, ബിന്നി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രണ്ടുപേരുടെ ബാൻഡ് പോയി. ബിന്നി സെബാസ്റ്റ്യൻ്റെയും പോയി, ഷാനവാസിൻ്റെയും പോയി. ആര്യൻ്റെ മാത്രമാണ് ഉള്ളത്. അടിച്ചു മാറ്റിയ ആൾക്കാരുടെ പേര് പറയാം. നമ്മുടെ മുൻ ബിഗ് ബോസ് താരം ജസ്ല, അവരടിച്ചു മാറ്റി. അതുപോലെ തന്നെ ആരായിരുന്നു, ആദില നൂറല, ആദിലയും അടിച്ചു മാറ്റിയിരിക്കുന്നു. ആ രണ്ട് ബാൻഡ് ഇപ്പോൾ ഇവർ രണ്ടുപേരാണ് ആ രണ്ട് ബാൻഡ് അടിച്ചു മാറ്റിയത്. അത്രയായിരുന്നു ആ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് മറ്റേ രാവിലെ ലോകത്തിൻ കഥയറിയാതെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഇവരും കൂടെ ഡാൻസ് ചെയ്യുന്നു. ലോകത്തിൻ കഥയറിയാതെ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത്രയാണ് തുടക്കം. ആ പാട്ടൊക്കെ ഇട്ട് അത്രയേ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞിട്ട് ഇവർ ചുമ്മാ ലിവിങ് റൂമിൽ ഇങ്ങനെ ഓരോരോ ചർച്ച ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ലാത്ത ആളുടെ ഒരു ഷേവിങ് ക്രീമുണ്ട്. അത് മുഖത്ത് ഇങ്ങനെ പ്ലിങ് എന്ന് പറഞ്ഞാൽ അടിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുഖത്ത് ഷേവിങ് ക്രീം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിൻ്റെ മുഖത്താണ് ഏറ്റവും കൂടുതൽ വന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് അവിടെ 7ൻ്റെ പണി കൊടുത്തിരിക്കുവാണ്. ഇത്തവണത്തെ ക്യാപ്റ്റൻ ആദ്യത്തെ ഇത് അനീഷാണ്. എല്ലാവരും ഇങ്ങനെ വാതുറന്ന് ആന്നും പറഞ്ഞിരുന്നു. ഞാനും അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ കൊടുക്കുമെന്ന്. അപ്പോൾ അനീഷാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ. എന്നിട്ട് പുള്ളി പറയുന്നത് പറഞ്ഞാൽ പുള്ളിക്ക് റെസ്പെക്റ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി അങ്ങോട്ടും കൊടുക്കും, പുള്ളിക്ക് ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണമെന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞു റെസ്പെക്റ്റ് അങ്ങോട്ട് ചോദിച്ച് മേടിക്കുകയല്ല, ഒരു അങ്ങോട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ അയാൾ ഇരുന്ന് പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞു അയാൾ ഇത്തിരി ചൊറിയനാണ്, ഇത്തിരി ഷോ ഓഫും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ, എൻ്റെ മോനെ കിടില അടിയായിരുന്നു. ആരൊക്കെയായിരുന്നു, രേണു സുധി, അഭിലാഷ്, അപ്പാനീശൻ, ഇവർ 3 പേരും കൂടെ അടിയായിരുന്നു. എന്താ തലവേദന കേസും പറഞ്ഞാൽ അടിയായത്. ഇപ്പം നിനക്ക് തലവേദന ഇല്ലേടി എന്നും പറഞ്ഞ അഭിലാഷ്. മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഫൈറ്റായിരുന്നു അവിടെ നടന്നത്. പുള്ളി കിടന്ന് ഒച്ചെടുത്തു. അതൊക്കെ കൊള്ളാം. ബിഗ് ബോസ് ആയ പിന്നെ ഇതൊക്കെ ഇല്ലാതെ ഇരിക്കുമോ? അത് കഴിഞ്ഞിട്ട് വേറെ അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റനായ അനീഷ്. അപ്പോൾ അയാൾ ബിഗ് ബോസ് രേണുസുധിക്ക് തലവേദനയാണ്, അപ്പോൾ എന്തെങ്കിലും ഡോക്ടറിനെ കാണണം, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ കേട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വലിയ ഇഷ്യൂ ആയി. എന്നിട്ട് ഷാനവാസ് കുറേ നേരം അയാളുടെ പുറകിൽ നിന്ന് നടന്ന് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് അവസാനം അത് കൊള്ളായിരുന്നു, അതെനിക്കിഷ്ടപ്പെട്ടു. അയാൾ നടക്കുന്ന രീതിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ കളിയാക്കി കാണിച്ചു. എല്ലാവരും ഇത് ചിരിയോട് ശരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അങ്ങനെയൊന്നുമില്ല. അവിടത്തോടു കൂടി എപ്പിസോഡ് അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഒരു ആവറേജ് എന്നേ പറയാവുള്ളൂ, വലിയ രസമൊന്നുമില്ല. പിന്നെ ഇത്തവണത്തെ ഇവരെന്ന ലക്ഷറി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പണിപ്പുര എന്ന് പറയുന്ന റൂമുണ്ട്, അതിൻ്റെ അകത്താണ് എന്തോ ഇവരെല്ലാം വെക്കുന്നത്. ആ ഫുഡ് ഒരു പർപ്പിൾ കളറോ അങ്ങനെ ബ്രൗൺ കളർ അങ്ങനെ എന്തോ ഒരു ഇതാണ്. ഇത്തവണ എന്താ 7ൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് ഒരു ആവറേജ് എന്ന് പറയാൻ കുഴപ്പമില്ല. പിന്നെ നോമിനേഷനിൽ വന്നത് ആര്യൻ, പിന്നെ മുൻഷി രഞ്ജിത്ത്, പിന്നെ ജസ്ല, പിന്നെ ആരായിരുന്നു, അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്ക് എല്ലാവരും പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. മറ്റേ ഷാരിക, അങ്ങനെ ഇത്രയും പേരാണ്. കുറച്ച് പേരും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ഇത്രയും പേരുടെ പേര് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ ഇത്രയൊക്കെ എന്നെക്കൊണ്ട് ഞാനൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ.